വേദന കഠിനമായപ്പോൾ അവൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പ്രിയ കുഞ്ഞുമക്കളെ, നമ്മൾ കടന്നു പോകുന്ന ഈ സമയം കഠിനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ഹൃദയമുരുകി മനസ്സുരുകി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഈ ലോകത്തിന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ തിരുമണിക്കൂർ ഞങ്ങൾ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി ആയിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയോടൊപ്പം ആയിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മണ്ടിയ കുഞ്ഞു മിഷണറിമാരായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും നീ തിരുമണിക്കൂർ അങ്ങയോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. കുഞ്ഞുങ്ങളെ തടയേണ്ട എന്ന് പറഞ്ഞ് ഈശോ കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയും അവരെ ആശീർവദിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഈശോ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് ഉറപ്പ് നൽകിയ ഈശോ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ ശ്രമിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് നമ്മൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഈ നാടിൻ്റെ കൊറോണ മഹാമാരിയിലൂടെ ദുരിതമനുഭവിക്കുന്നവര്, ഞങ്ങളിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവര്, രോഗാവസ്ഥയിലായിരിക്കുന്നവര്, ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന
ആതുര സേവന രംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളും, പോലീസ് വിഭാഗം, ഞങ്ങളുടെ ഭരണാധികാരികൾ, ഞങ്ങൾക്ക് വേണ്ടി വിവിധ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുമണിക്കൂർ ആരാധനയുടെ സമയമാക്കി മാറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 30 വാക്യം 17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. യേശയ്യ 25:8. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. എന്നും നമ്മളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈശോയെ മിഷണറി പ്രവർത്തനത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. അതിൽ പലരും കൊറോണ ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്, പലരും രോഗാവസ്ഥയിലായിട്ടുണ്ട്. ശുശ്രൂഷ മേഖലയിൽ ധാരാളം കുറവുകൾ സംഭവിച്ചു പോകുന്നു. കർത്താവേ, നീ ഞങ്ങളെ പ്രത്യാശയുടെ വഴിയിലൂടെ നടത്തുന്നുണ്ട്. പ്രവാചകർ വഴി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്നത് അവിടുന്നാണ്. ഈശോയെ, ഞങ്ങളുടെ ഈ ഉദ്യമത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അവരെ സഹായിക്കുന്നവരെയും ഒക്കെ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലുമുള്ള സർവജാതി സമൂഹത്തെയും ലോകത്തെയും അനുഗ്രഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ കരം ഉയർത്തി ഈ മണിക്കൂറിൽ ഞങ്ങൾ യാചിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങ് ആശീർവദിക്കണമേ എന്ന് നമുക്ക് വിനീതമായി ഈശോയോട് പ്രാർത്ഥിച്ച് ഈ മണിക്കൂർ ഈശോയോടൊപ്പമായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. You're the living water, never dying fountain, comforter and counselor. Take complete control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Come, live inside of me. ലക്ഷക്കണക്കിന് ജീവനാണ് ഇതിനകം കോവിഡ് മൂലം നഷ്ടപ്പെട്ടത്. ഒത്തിരി വൈദികർ, ഒത്തിരി സിസ്റ്റേഴ്സ്, ഡോക്ടർമാർ, നേഴ്സുമാർ, അങ്ങനെ ഒത്തിരി പേർ ഇതിനകം നമ്മെ വിട്ടുപോയി. അവരെയെല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് 3 മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ എന്ന പ്രാർത്ഥന ചൊല്ലാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത രക്തത്തെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത രക്തത്തെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത രക്തത്തെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. The Frontline, an emergency room in a COVID hospital, just about standing under the weight of an unfolding disaster. A patient who's hardly breathing is brought in. As nurses try to get him to respond, there's another person, even more critical. Manjusha Mathew rushes to help. So many like her are putting in all they can. They couldn't revive him. To get past the shortage of beds,
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൽ നാൾ മുലയേറ്റ് പഠനനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യോഷധിയായി താരാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. In Matthew chapter 18 verse 20 we read, "Where 2 or 3 gather in my name, I will be there among them." Believing in these words, we come together in front of you, O Lord, to pray for healing. Help us to pray with total trust in you. Sometimes we wonder, where is God? Why is He not eradicating this pandemic and saving the world? Lord, forgive us for our ignorance. We know that nothing can happen in this world without your knowledge. We know that you have a purpose behind everything that is going on in this world right now. Although it may seem painful at a short sight, we believe that you have a purpose for our welfare through every crisis and calamity. As the children of the Diocese of Mandya, the members of CML come in front of you, kneeling today to pray for healing on this wounded world. We believe that you will extend your healing hand and shower your grace upon this wounded world, O Lord. We believe that when we kneel down to you, you will stand up for us. Hello everyone and praise the Lord. We are going through a tough situation. We might stumble and fall and lose our hope. But the Lord says, "Do not fear, for I am with you. Do not be afraid, for I am your God. I will strengthen you. I will help you. I will uphold you with my victorious right hand." Isaiah chapter 41 verse 10. This is the assurity that the Lord has given to us. He himself promised us that he will help us when we are in need. And some of us right now might be anxious about our future, but the Lord has perfect plan for us. And all he asks us to do is just believe and trust in him. He says, "I have perfect plan for you, a plan for your prosperity and not destruction." And he's just asking us to believe and trust in him and walk in the path of righteousness. Now we shall all pray together. Almighty Father, we thank you for our lives. We surrender all that we have into your hands. We are going through a tough period of despair. Give us your strength and hope. All of this we ask through the precious blood of Jesus. Amen. O dear loving Jesus, you have died on the cross.
But the source of life gushed forth for souls, and ocean of mercy opened up for the whole world. St. John chapter 15 verses 13 says, "No one has greater love than this, to lay down one's life for one's friends." Almighty eternal God, in your fatherly goodness, be kind to the souls of your servants who have put their lives at risk for saving others, especially all missionaries and healthcare workers. In your hands, O Lord, we humbly entrust all our priests, religious, missionaries who have put their lives for our welfare. In this life, you embrace them with your tender love. Deliver them now from every evil and bid them eternal rest, and let perpetual light shine upon them. May the souls of all the faithful, through the mercy of God, rest in peace. Amen. O Heavenly Father, we give into your hands all our scientists who are working to find an effective medicine to fight this pandemic. We surrender all our pharma companies, various institutes, and other manufacturing units who are working tirelessly to provide for various medical needs like oxygen, medicines, and equipment. Dear Lord, anoint them that they may be able to work efficiently and bring out products that are pleasing to you. Bless their effort and may their work be a source of consolation to the multitudes. For this we pray. Dear Lord, in Matthew chapter 28, verse 19, Jesus said, "Go therefore and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, and teaching them to obey everything that I have commanded you. And remember, I am with you always to the end of the age." You gave us the commandment of love, the commandment to proclaim the gospel all over the world. Lord, many missionaries all over the world work towards this glorious mission even during these challenging COVID times. Lord, we pray very specially for these missionaries and place them into your protecting and loving hands. More than 160 priests and several sisters have been called to eternal rest in India alone due to COVID in the month of May. It is indeed a very sad and painful thing for all of us to witness, O Lord. We pray that all who lost their life in this pandemic may be granted eternal rest in you, Lord. We also place into your hands all the crucial services they prove to us during these challenging times, working in hospitals, casualties, ambulance services, helping and serving people both physically and spiritually. They are truly the face of Christ, hands and legs of Christ. They proclaim Jesus through their actions. Lord, we offer all missionaries into your hands. Protect them, Lord. A reading from the Holy Gospel according to St. Luke, chapter 8, verses 40 to 56. Now, when Jesus returned, the crowd welcomed him, for they were all waiting for him. Just then, there came a man named Jairus, a leader of the synagogue. He fell at Jesus' feet and begged him to come to his house, for he had an only daughter, about 12 years old, who was dying. As he went, the crowds pressed in on him. Now, there was a woman who had been suffering from hemorrhages for 12 years, and though she had spent all she had on physicians, no one could cure her. She came up behind him and touched the fringe of his clothes, and immediately her hemorrhage stopped. Then Jesus asked, "Who touched me?" When all denied it, Peter said, "Master, the crowds surround you and pressed in on you." But Jesus said, "Someone touched me, for I noticed that power had gone out from me." When the woman saw that she could not remain hidden, she came trembling and falling down before him. She declared in the presence of all the people why she had touched him and how she had been immediately healed. He said to her, "Daughter, your faith has made you well. Go in peace."
While he was still speaking, someone came from the leader's house to say, "Your daughter is dead. Do not trouble the teacher any longer." When Jesus heard this, he replied, "Do not fear, only believe, and she will be saved." When she came to the house, he did not allow anyone to enter with him except Peter, John, and James, and the child's father and mother. They were all weeping and wailing for her. But he said, "Do not weep, for she is not dead, but sleeping." And they laughed at him, knowing that she was dead. But he took her by the hand and called out, "Child, get up." Her spirit returned, and she got up at once. Then he directed them to give her something to eat. Her parents were astounded, but he ordered them to tell no one what had happened. Dear friends in Christ, here we have a beautiful passage. And I'm not trying to interpret this in a philosophical or theological perspective, rather expressing my view in simple faith. In this passage, we reflect upon the two miracles that are based on faith. In the first incident, the lady with hemorrhage was able to get her sickness cured only because she had deep faith in Christ. Clearly, we can see that she did not ask Jesus to cure her. Rather, her faith of action cured her. What an amazing faith. And when it comes to the second incident, we can see the deep faith of Jairus. Even when a person among the crowd tried to make him hopeless, telling that his daughter is dead and not to trouble the teacher any longer, it was his faith in Christ that enabled him to bring back his daughter into life. In both these incidents, we can see the faithfulness of the faithful as well as the faithlessness of the crowd. So, dear friends, through this we can understand that only faithful can experience God's blessings. And as we are going through this pandemic, let us try to develop our faith in Christ through consistent prayer and get closer to Him, and thereby allowing Him to perform miracles in our day-to-day lives. Isaiah chapter 41 verse 10. Do not fear, for I am with you. Do not be afraid, for I am your God. I will strengthen you, I will help you. I will uphold you with my victorious right hand. According to the book of Deuteronomy, chapter 4, verse 31, "Because the Lord your God is a merciful God, He will neither abandon you nor destroy you. He will not forget the covenant with your ancestors that He swore to them." Let us pray. As the coronavirus is spreading rapidly through the world and taking the lives of many people around us, let us pray to our God Almighty, the Creator of the world and Savior. O Lord, have mercy upon us, and especially on those who are suffering from the coronavirus. O Lord, strengthen us and send us your healing touch right away to those who are suffering and heal them completely. Also, we submit and pray for the departed souls who face death and console their family members and relatives. O Lord, strengthen us and save the world from this deadly virus. You have saved all the sick and possessed people who have come to you. Give the sick and affected people hope to restore them to a normal life. In the mighty name of Jesus, we pray. Amen. Dear Lord, we pray to you in faith that you will bring healing during these times. Father, we ask you to forgive us and help us to forgive one another so that we may be healed. Lord, we offer everything into your hands, for we know nothing is impossible for you, and the prayer of the righteous will be heard. All these we humbly ask in your holy and mighty name. Amen. A reading from the Holy Bible, from 2 Samuel chapter 22, verses 29 to 31. Indeed, you are my lamp, O Lord. The Lord lightens my darkness. By you I can crush a troop, and by my God I can leap over a wall. This God, His way is perfect. The promise of the Lord proves true. He is a shield for all who take refuge in Him. This is the word of the Lord. Thanks be to God. Dear God, you are the greatest healer.
We trust in you. We submit all our life situations into your hands. Many times we are not sure what to do. We pray to you to take charge of our situations. O Lord, let your love fill us and help us to be compassionate to all we meet. You are my lamp, O Lord. Let your presence be with us and guide us. Amen. Who am I that the highest King would welcome me? I was lost, but he brought me. Know his love for me. Oh, his love for me. Who the sun sets free, oh, is free indeed. I'm a child of God, yes I am. Free at last he has ransomed me, his grace runs deep. While I was a slave to sin, Jesus died for me. Yes, he died for me. Who the Son sets free, oh, is free indeed. I'm a child of God, yes I am. In my Father's house, there's a place for me. I'm a child of God, yes I am. We are reading from the book of Exodus, chapter 15, verses 22 to 27. Bitter water made sweet. Then Moses made Israel set out from the Red Sea, and they went into the wilderness of Shur. They went 3 days in the wilderness and found no water. When they came to Marah, they could not drink the water of Marah because it was bitter. Therefore it was named Marah. And the people grumbled against Moses, saying, What shall we drink? And he cried to the Lord, and the Lord showed him a log. And he threw it into the water, and the water became sweet. There the Lord made them a statute and a rule, and he tested them, saying, If you will diligently listen to the voice of the Lord your God, and do that which is right in his eyes, and give ear to his commandments and keep all his statutes, I will put none of the diseases on you that I put on the Egyptians, for I am the Lord your healer. Then they came to Elim, where there were 12 springs of water and 70 palm trees, and they encamped there by the water. Here we can see the Israelites coming out of the Red Sea, and even after wandering for 3 days, they couldn't find water. And it is at this situation where they start doubting God and start grumbling against Him. And God miraculously responds by making the bitter water at the place called Marah into sweet water. And one of the most important sections in this passage is a part where God makes a deal with the Israelites, saying, if they were to listen to His voice and follow His commandments, He will put none of the diseases that He put on the Egyptians on the Israelites. And there's a phrase which God uses which stands out the most. God says, I am the Lord your healer. And the importance of this phrase is realized more in this pandemic situation, where people all over the world are going through various illnesses. And the fact that God said, I am the Lord your healer, is very comforting and reassuring indeed. Thank you. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം.
ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. Reading from the book of Sirach, chapter 38, verses 1 to 10. Honor physicians for their services, for the Lord created them. For their gift of healing comes from the Most High, and they are rewarded by the King. The skill of physicians make them distinguished, and in the presence of the great they are admired. The Lord created medicines out of the earth, and the sensible will not despise them. Was not water made sweet with a tree, in order that its power might be known? And he gives skill to the human beings, that he might be glorified in his marvelous works. By them the physician heals and takes away the pain. The pharmacist make a mixture with them. God's work will never be finished, and from him health spread over all the earth. My child, when you are ill, do not delay, but pray to the Lord, and he will heal you. Give up your faults and direct your hands rightly, and clean your heart from all the sin. This is the word of the Lord. Thanks be to God. Psalms 41, 1 to 4. Blessed is he who considers the poor. The Lord delivers him in the day of trouble. The Lord protects him and keeps him alive. He will bless him in the land and not surrender him to the desires of his foes. The Lord will sustain him on his sick bed and restore him from his bed of illness. I said, have mercy on me, Lord. Heal me, for I have sinned against you. ചെറുപുഷ്പ മിഷൻ ലീഗിലെ എൻ്റെ പ്രിയ കൂട്ടുകാരികളെ, ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വലിയ ആഗ്രഹമാണ് ലോകമെമ്പാടും പോയി എല്ലാ പാപികളെയും ഈശോയ്ക്ക് വേണ്ടി മാനസാന്തരപ്പെടുത്തുക എന്ന്. കോൺവെന്റിൻ്റെ മുറിക്കുള്ളിൽ നിന്നും പുറത്തു കിടക്കാത്ത വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വലിയൊരാഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ കേൾക്കുന്നത് പത്രത്തിലൂടെ ഫ്രാൻസിനി എന്ന് പറയുന്ന ഒരു കൊലപാതകി അദ്ദേഹത്തിന് മരണശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹം ഒരിക്കലും മാനസാന്തരപ്പെടില്ല എന്ന് തീരുമാനിച്ചുറച്ചൊരു മനുഷ്യൻ ഈശോയെ മരിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിനിയെ അങ്ങ് സൗഖ്യപ്പെടുത്തി മാനസാന്തരപ്പെടുത്തണമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ കോൺവെന്റിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചു. കഴുമരത്തിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് കഴുമരത്തിനടുത്ത് നിന്ന വൈദികന്റെ കയ്യിലെ കുരിശു ചുംബിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫ്രാൻസിനി കഴുമരത്തിലേക്ക് നടക്കുകയാണ്. അവൾ ആ വാർത്ത അറിഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, സ്വർഗത്തിലെ എൻ്റെ ജീവിതം മുഴുവൻ ഭൂമിയിൽ നന്മയുടെ റോസാ പുഷ്പങ്ങൾ ഞാൻ വർഷിക്കുമെന്ന്. കൊച്ചു ത്രേസ്യ പറയുന്നില്ലേ, എൻ്റെ ദൈവവിളി എന്നുള്ളത് ദൈവസ്നേഹമാണ്.
ദൈവസ്നേഹവും പാപികളായ മനുഷ്യരോടുള്ള സ്നേഹവും ഉള്ളിൽ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച ഒരു വിശുദ്ധയുടെ പിൻഗാമികളായി ലോകത്തിൻ്റെ മുഴുവൻ കുഞ്ഞു മിഷണറിമാരാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് കൊച്ചു ത്രേസ്യ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയട്ടെ. എൻ്റെ പ്രാണപ്രിയനായ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിലധികം ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയാൻ ഇടയാകാത്ത വിധം എനിക്ക് ഈശോയെ സ്നേഹിക്കണം, എനിക്ക് ഈശോയെ സ്നേഹിക്കണം. കണ്ടോ, ദൈവസ്നേഹത്തിൻ്റെ വലിയ പാരമ്യത്തിൽ ലയിച്ച വിശുദ്ധ. നമുക്കറിയാം, നമ്മളൊക്കെ എങ്ങനെ കോവിഡിൻ്റെ ഭീതിയിൽ കഴിയുകയാണ്. നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ മരിച്ചു വീഴുന്നു, നമ്മൾ അറിയാത്ത എത്രയോ പേര് മരിച്ചു വീഴുന്നു. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാനാകാത്ത വിധത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെടുന്നു. ഈ സമയത്ത് കുഞ്ഞു മിഷണറിമാരാകാൻ ഞാൻ നിങ്ങളൊക്കെ ചിലപ്പോൾ ലോക്ക്ഡൗണിലായിരിക്കാം, വീടിനുള്ളിലായിരിക്കാം. പക്ഷെ വീട്ടിനുള്ളിലിരുന്ന് ഈ ആരോരുമില്ലാതെ അന്ത്യകർമ്മങ്ങൾക്ക് പോലും കഴിവില്ലാതെ ദൈവം നൽകുന്ന ആ ജീവശ്വാസം പോലും കിട്ടാതെ വിറങ്ങലിച്ച് മരിച്ചു വീഴുന്ന ഒരുപാട് ജീവിതങ്ങളും അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളെയും മനുഷ്യരെയും ഓർത്ത് ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥത്തിലെ കൊച്ചു കൊച്ചു തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ഈശോയ്ക്ക് അവരെ സമർപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ഈശോയുടെ കുഞ്ഞു മിഷണറിമാരായിത്തീരും, കുടുംബങ്ങളിലിരുന്നു കൊണ്ട് തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വർഷത്തിൽ എല്ലാ ദൈവകൃപകളും ഞാൻ ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഫാദർ ഡേവിസ് പാണാടൻ, CMI, മണ്ഡ്യ രൂപതയുടെ കാറ്റഗിസം ഡയറക്ടർ. O sweet Jesus, we pray for all the officials who are in authority to make decisions for the common public. Lord, bless them and anoint them with your Holy Spirit. Grant them your wisdom, O Lord, and help them in every decision that they make. Dear Jesus, at this time where many are suffering, guide our leaders that their words and action may bring hope and peace. Holy Spirit, our comforter, take control of this country and bless all of us. For this we pray. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, കോവിഡ് രോഗികളായി ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുൾ ചെയ്ത ദൈവമേ, എല്ലാ രോഗികളുടെയും അരികിലേക്ക് അങ്ങ് കടന്നു വരണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ, അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Jesus, we pray for our healthcare workers. They've been working day and night to help our people. Mighty Savior, protect our doctors, nurses, lab technicians, ambulance drivers, health services, and other healthcare workers. Strengthen them, O Lord, and make their hands and feet be your hands and feet. Comfort them, Lord, so that they may become a comfort to all the people they meet. Bless them and their dear ones, and may they find their refuge in you. He will wipe away every tear from their eyes. Death will be no more. Mourning and crying and pain will be no more, for the first things have passed away. Revelation chapter 21 verse 4. For God alone my soul waits in silence, for my hope is from him. He alone is my rock and my salvation, my fortress. I shall not be shaken. Psalm 62 verses 5 and 6. And your life will be brighter than noonday. Its darkness will be like morning. And you will have confidence because there is hope. You will be protected and take your rest in safety. You will lie down and no one will make you afraid. Many will entreat your favor.
Job chapter 11, verses 17 to 19. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകറ്റിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ,
from Psalms chapter 41 verses 1 to 4, God explains to us about the reward He will give us whenever we show some consideration to the poor. That is, the people with a shortage of facilities, the people who are old, and those who are ill or sick and need someone to take care of them. Again, in the book of Sirach, chapter 38, verses 1 to 10, it is written about a category of people who show mercy and help people around them. They are the doctors, nurses, and anyone who helps in the healing of those who are not well. Through their works, God is assuring us that He will look down upon us during our struggling times and relieve us. Hence, it is our duty to give them a high value and to believe in them. These verses have a lot of influence in our day-to-day lives, especially during this pandemic. We need to trust in the Lord who will give us help at the right time. Thank you. Dear friends, though we are going through these tough days, there are countless blessings that God gave us to be thankful about. Out of our busy schedule, we find quality time to spend with our parents. Our houses became a church. It became a school. We could enjoy the happiness of togetherness, together with family, in prayer and sharing. Let us recollect and be thankful for all the blessings, love, and protection that the Lord has provided us throughout the pandemic time. During these days, we could utilize the capabilities of social media to proclaim the Word of God, and we could get spiritually enriched through online holy masses, retreats, and prayer sessions. We could also use the advantage of online resources to know about saints and Word of God and to get more closer to our personal Bible. We learned to lead a simple life, avoiding dine-outs, gatherings, and outings. We could practice good habits of personal hygiene. The pandemic days taught us the beautiful lessons of simplicity, humanity, to intercede for others, and moreover, to get closer to our God, Jesus Christ. Lord, we understand that human mind can't fully understand all your plans. Help us to accept the current situation with strong faith and hope in you. As the Bible says, surely the arm of the Lord is not too short to save us. Lord, help us to spend more time with you and come closer to you. Mother Mary, please be with us and intercede for these intentions. Saint Joseph, the protector of our church, intercede for our nation and for everyone in the world. Amen. Lord, we thank you for all the care you have given us. We thank you for protecting us. We thank you for all the good hospitals and medical facilities. We thank you, O Lord. We understand that the people taking care of us are all missionaries. They are the symbol of love, service, sacrifice, and suffering. We remember your words in the Gospel according to St. Matthew chapter 9 verses 37. Then he said to his disciples, "The harvest is plentiful, but the laborers are few. Therefore, ask the Lord of the harvest to send out laborers into his harvest." We pray for more vocations among us. We pray for more missionaries with great zeal and passion to serve you. We pray for more priests, brothers and sisters to love and guide your people. We pray for more doctors and nurses to serve your people with true Christian value. We pray earnestly for us to understand our mission responsibilities. We pray for the Catholic Church to lead us towards this mission. Amen. So, dear friends, let's be thankful for all the blessing that we have received during these tough days. Only a true Christian can identify their blessings amidst struggles.
Dear God, thank you for binding us in your fatherly love and protection. Psalms 23 verses 4 is my confidence. Even though I walk through the darkest valley, I fear no evil, for you are with me. Your rod and your staff comforts me. Let's pray. Thank you, Jesus. Praise you, Jesus. And I love you, Jesus. കുഞ്ഞുമക്കളെ, ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു വൈദികനോ ഒരു സിസ്റ്ററിനോ തെറ്റുപറ്റുമ്പോൾ അത് വലിയ ആഘോഷമാക്കുന്ന, ചാനൽ ചർച്ചകൾ നടത്തുന്ന, സോഷ്യൽ മീഡിയയിൽ ആർട്ടിക്കിളുകൾ എഴുതുന്ന ആരും കോവിഡ് വന്ന് മരിക്കുന്നില്ല. അവരെല്ലാം അവരുടെ അടച്ചിട്ട മുറികളിലാണ്. എന്നാൽ മിഷണറിമാർ മരിക്കുന്നു, അച്ഛന്മാർ മരിക്കുന്നു, സിസ്റ്റർമാർ മരിക്കുന്നു. എന്താണ് കാരണം? അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവർ രോഗികൾക്ക് വേണ്ടി അവരോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. ഈ കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ രൂപതയും ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാലഘട്ടമാണിപ്പോൾ. കോവിഡ് മൂലം വിഷമിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി സെബാസ്റ്റ്യൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മരുന്നും ഭക്ഷണവും നൽകി, ഫൈനാൻഷ്യൽ ഹെൽപ്പ് നൽകി, ഹോസ്പിറ്റലൈസേഷന് വേണ്ട സപ്പോർട്ട് നൽകി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും നമ്മോടൊപ്പമുണ്ട്. ഇത് നമുക്ക് മറക്കാതിരിക്കാം, നന്ദിയുള്ളവരായിരിക്കാം. സങ്കീർത്തനം 91. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വീടിന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മള്ളയുടെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. യൂദന്മാരുടെ രാജാവായ നസ്രായനീശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായനീശോയെ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക. അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്ക. യൂദന്മാരുടെ രാജാവായ നസ്രായനീശോയെ, കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം
സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. വാത്സല്യമുള്ള മക്കളെ, ഒരിക്കൽ കൂടി നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു എന്ന്. പ്രിയമുള്ള മക്കളെ, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ അറിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചു. അവിടുന്ന് അവിടുത്തെ പ്രവാചകനും പ്രവാചകിയുമായി ദൈവം നിങ്ങളെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കണം. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവിടുത്തെ പ്രവാചകരാകാൻ വേണ്ടിയിട്ടാണ് മിഷൻ ലീഗ് അംഗങ്ങളായി നിങ്ങളെ പ്രത്യേകമായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദം നിങ്ങളിലൂടെ വേണം ലോകം അറിയുവാൻ. അതിന് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കോവിഡ് പാൻഡമിക്കിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒത്തിരിയേറെ ആശങ്കകളുണ്ട്, വിഷമങ്ങളുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എത്ര മനോഹരമായിട്ടാണ് ഈശോ നമ്മളോട് പറയുന്നത്. എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വളരെ മനോഹരമായ ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ഒരിക്കലും നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. അതോടൊപ്പം ഈശോ പറയുകയാണ്, ശോഭനമായ ഭാവിയും പ്രത്യാശയും നൽകുന്നതാണ് ഈ പദ്ധതി എന്നാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കളെ, ഒരുപക്ഷെ സ്കൂളിൽ പോകാൻ സാധിച്ചില്ല, ഇനി നമുക്ക് ഉടനെ പോകാൻ സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ എങ്കിലും നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു ശോഭനമായ ഭാവി ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നിങ്ങൾക്ക് മനോഹരമായ പ്രത്യാശ നൽകുന്നു. നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. നെഹെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നു: സ്വർഗത്തിൻ്റെ ദൈവം എനിക്ക് വിജയം നൽകുമെന്ന്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംരംഭങ്ങൾക്കും, വളരെ പ്രത്യേകമായിട്ട് ദൈവമഹത്വത്തിനായി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും ദൈവം തീർച്ചയായിട്ടും വിജയം നൽകും. ഇന്ന് നിങ്ങൾ ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ലോകം മുഴുവനും വേണ്ടിയിട്ട്. ആ പ്രാർത്ഥനയെല്ലാം ദൈവം തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. നിങ്ങൾ ലോകം മുഴുവനുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ രൂപതയിലെ എല്ലാ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ട് തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയം നൽകും എന്ന കാര്യത്തിൽ നമുക്ക് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും ഭവനങ്ങളിലായിരിക്കുകയാണ്. ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനുമൊക്കെ ഈ സമയം നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. അതോടൊപ്പം നമ്മുടെ വികാരിച്ചന്മാർ,
നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ മതാധ്യാപകർ, നമ്മുടെ മിഷൻ ലീഗിൻ്റെ ഭാരവാഹികൾ, ഇവരൊക്കെ നമുക്ക് ഒത്തിരിയേറെ നിർദ്ദേശങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇപ്പോൾ നമുക്ക് ഒത്തിരിയേറെ സമയം കിട്ടുന്നുണ്ട്. ആ സമയം വചനം വായിക്കുവാനും അത് പ്രഘോഷിക്കാൻ എവിടെയെങ്കിലും അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നന്നായി പ്രയോജനപ്പെടുത്തുവാനും ആ വചനമനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസരമാണ്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികൾ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് വളരെ ചിന്തിക്കുന്ന അവസരമാണ്. ചിലരൊക്കെ വൈദികനാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സന്യസ്തരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നല്ല വൈദികരും നല്ല സന്യസ്തരുമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ നിയോഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇത്രയും സമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും സ്വീകരിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകമായി കോവിഡ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന എല്ലാവർക്കും സൗഖ്യം നൽകുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ. കർത്താവായ ഈശോയെ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, ഭവനങ്ങളിലുള്ളവർ, അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുകയും രോഗങ്ങളിൽ നിന്ന് പ്രത്യേകമായി സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളിൽ നിന്ന് സഭയുടെ വാഗ്ദാനമായ നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ അവിടുന്ന് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമേ. ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ ഉണ്ണി മിശിഹായെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മേ മാതാവേ, അമ്മയുടെ നീല മേലങ്കിയിൽ പൊതിഞ്ഞ് ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് പ്രത്യേകമായി രക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായി തേടുന്നു. മിഷൻ ലീഗിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചറേസ്യയുടെ മാധ്യസ്ഥം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ നിന്റെ നാമത്തിൽ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഭാരതമേ നിൻ രക്ഷ, നിൻ മക്കളിൽ ആശഭൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ. ചെമ്മഞ്ഞ് കൊടി പിടിക്കും കൈകൾ, ക്രിസ്തുവിനായി പണിയെടുക്കും കൈകൾ. വയലുകളെ, വിളഞ്ഞ വയലുകളെ, വിളവെടുക്കുവാൻ ഞങ്ങൾ അണിനിരക്കുന്നു. സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങൾ സേവനത്തിൻ ദൂതരായി വരുന്നിതാ. കരകളും തിരകളും കടന്നു ഞങ്ങൾ സുവിശേഷ ദൂതരായി വരുന്നിതാ. ഭാരതമേ നിൻ രക്ഷ, നിൻ മക്കളിൽ ആശഭൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ.